വചനത്തോടൊപ്പം അങ്ങനെ ആത്മാവിന്റെ ശക്തിയും അടികളുടെ മേൽ പകരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക തവണ നമ്മൾ കേട്ടിട്ടുള്ള ഈ തിരുവചനം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. എങ്ങോട്ടാണ് ഓടേണ്ടത്? എന്തിനു വേണ്ടിയാണ് ഓടേണ്ടത്? എവിടെ നിന്നാണ് ഓടേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്? എങ്ങോട്ടാണ് നമ്മൾ ഓടേണ്ടത്? എവിടെ നിന്നാണ് നമ്മൾ ഓടേണ്ടത്? എവിടെ നിന്നാണ് ഓടേണ്ടത് അറിയണമെങ്കിൽ സങ്കീർത്തന പുസ്തകം എടുക്കാം. ഒന്നാമത്തെ സങ്കീർത്തനം, ഒന്നാമത്തെ രണ്ടാമത്തെയും വാക്യങ്ങൾ എടുക്കാം. ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്ന് ഓടണം. പാപികളുടെ വഴിയിൽ നിന്ന് ഓടണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഓടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ നിന്നാണ് ഓടേണ്ടത്? ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്ന് ഓടിപ്പോയിക്കോണം. പാപികളുടെ വഴിയിൽ നിന്ന് നിന്നേക്കരുത്, ഓടിക്കോണം. പ്രൈസ് ദി ലോർഡ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നേക്കരുത്, ഓടിക്കോണം എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കൾ ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്റെ ആലോചനയിൽ നിന്നും പാപികളുടെ വഴിയിൽ നിന്നും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്നും നിങ്ങൾ ഓടിപ്പോയിക്കോണം. സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളണം. ഹല്ലേലൂയ. 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 എങ്ങോട്ടാണ് ഓടേണ്ടത്? നമുക്ക് എടുക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. പെട്ടെന്ന് എന്താണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ഒരു സമ്മാനം ഒരുക്കിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിരിക്കുന്ന സമ്മാനത്തിന് വേണ്ടി നമ്മൾ ഓടണം. ഹല്ലേലൂയ. എന്തിനാണ് ഓടുന്നത്? അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓടണം. ഹല്ലേലൂയ. ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശത്തിന് വേണ്ടി നമ്മൾ ഓടണം. പ്രൈസ് ദി ലോർഡ്. ഇത് കരങ്ങളിൽ കണ്ടാലും സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ഓടണം. പ്രൈസ് ദി ലോർഡ്. ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശം സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓടണം. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്ന്? ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്ന്, പാപികളുടെ വഴിയിൽ നിന്ന്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് നമ്മൾ ഓടണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് ഓട്ടത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ ഓടുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഓട്ടത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ ഓട്ടം ആരംഭിച്ചാൽ പിന്നെ അവസാനിക്കുന്നത് വരെ റെസ്റ്റ് എടുക്കാൻ പാടില്ല. 10,000 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ഒരു 1000 മീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇന്ന് നിർത്തി ഞാൻ നാളെ വന്ന് ഓടാമെന്ന് പറഞ്ഞ് ട്രാക്ക് വിട്ടാൽ പിന്നെ ഓടാൻ പറ്റിയല്ല, പിന്നെ ട്രാക്കിലേക്ക് പ്രവേശിക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓടിക്കൊണ്ടേ ഇരിക്കണം. തീരുന്നത് വരെ ഓടണം. ഓട്ടം ആരംഭിച്ചാൽ നിൽക്കുന്നത് വരെ, അവസാന പോയിന്റ് വരെ നമ്മൾ ഓടിയാലേ എന്ത് കിട്ടുകയുള്ളൂ? സമ്മാനം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം നമ്മൾ വായിച്ചത്. നിങ്ങൾ എവിടെ നിന്നാണ് ഓടേണ്ടത്? ദുഷ്ടന്മാരുടെ ആലോചന വിട്ട് നിങ്ങൾ ഓടിക്കോണം. പാപികളുടെ വഴി വിട്ട് നിങ്ങൾ ഓടിക്കോണം. പരിഹാസികളുടെ ഇരിപ്പിടം വിട്ട് നിങ്ങൾ ഓടിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ അവകാശമില്ല.
സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കാൻ സാധാരണ മനുഷ്യർ എത്തുന്നിടത്തേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അസാധാരണമായ ജീവിതമാണ്. ഇതൊരു അസാധാരണ വിളിയാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ വിളിയിൽ നമ്മൾക്ക് കർത്താവിനോട് ഉത്തരം പറയേണ്ടവരാണ്. ഈ വിളിയിൽ അത്ര സുഗമമൊന്നും ആയിരിക്കണമെന്നില്ല നമ്മുടെ ഓട്ടം. ഒരു രോഗം വന്നാൽ നമുക്ക് ഡോക്ടറെ ആശ്രയിക്കാൻ പറ്റും. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ നമ്മൾ അധികാരികളെ, ഗവൺമെന്റിനെ ഒക്കെ ആശ്രയിക്കാൻ പറ്റും. ഒരു യുദ്ധമുണ്ടായാൽ പട്ടാളക്കാരെ ആശ്രയിക്കാൻ പറ്റും. എന്നാൽ ഇതിനെല്ലാം പരിധികളുണ്ട്. ഇവർക്കെല്ലാം പരിധികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർക്ക് എല്ലാ പരിമിതികളും ഉണ്ട്. എന്നാൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു. അവന് പരിധിയില്ല, പരിമിതികളില്ല. ഹല്ലേലൂയ. ഈ ഓട്ടത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. തരണം ചെയ്യാൻ പറ്റാത്ത പല കുഴപ്പങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. വിശ്വാസത്തോടെ വിളിച്ചവന്റെ മുഖത്തേക്ക് നമുക്ക് ഓടിക്കോണം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, വരൂ എന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ ഞാനിവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഇറങ്ങി നടന്നതാണ്. കുറെ ദൂരം നടന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ തിരമാലയുടെ വലിപ്പം കണ്ടപ്പോൾ വിളിച്ച കർത്താവിന്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഞാനിതാ മുങ്ങി താഴുന്നു നിലവിളിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഇതിനാലെ ഇറങ്ങി തിരിച്ച പലരുടെയും ജീവിതത്തിൽ കർത്താവേ എന്ന് നിലവിളിക്കാൻ ഇടവരുന്നത് ആ മുഖത്തേക്കുള്ള നോട്ടം ചിലപ്പോൾ മാറിപ്പോകുന്നതുകൊണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മാറിപ്പോകാതെ എന്ത് വന്നാലും എന്നെ വിളിച്ച ഒരുവനുണ്ടല്ലോ, അത് ആ മറുകരയ്ക്ക് എത്തിക്കാൻ മതിയായവനാണല്ലോ, അവന്റെ കരത്തിന് വിലകൊള്ളവനാണല്ലോ, അവനാണല്ലോ എന്നെ വിളിച്ചത് എന്റെ ഓർമ്മയുണ്ടെങ്കിൽ, എന്റെ വിശ്വാസമുണ്ടെങ്കിൽ, അവനെ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ഈ ഓട്ടം സുഗമമായി എത്തിത്തീരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മുഴുവൻ മനസ്സോടെ നമ്മൾ വിശ്വസിക്കാം, മുഴുവൻ ഹൃദയത്തോടെ നമുക്ക് അവനിൽ നാം ആശ്രയിക്കാം. എല്ലാ കാര്യത്തിലും നമ്മൾ അവനെ വിശ്വസിക്കാം, എല്ലാ കാര്യത്തിലും നമുക്ക് അവനെ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ കുഴപ്പം നമ്മൾ അവരെ കൊണ്ട് കർത്താവേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുമെങ്കിലും ഹൃദയം ചിലപ്പോൾ അത്രമാത്രം അത് അംഗീകരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം വരുമ്പോൾ അംഗീകരിക്കാറില്ല. നല്ല വെളിച്ചവും വെള്ളവും വളവും കിട്ടുമ്പോൾ സസ്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഒരു കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, മഴ കുത്തിയൊഴുകുമ്പോൾ, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആ സസ്യങ്ങൾക്ക് എല്ലാ പ്രകൃതിക്ക് തന്നെ ഒരു കുഴപ്പമാണ്. ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുമ്പോൾ, വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു പൊളിയാവുന്ന തരത്തിലുള്ള തിരമാലയോ കൊടുങ്കാറ്റോ ആഞ്ഞു വീശുമ്പോൾ മുട്ടുമേരുന്ന കർത്താവെ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അല്പം മനസ്സിൽ അന്വേഷിച്ചു പോകും. എന്നാൽ ആ സന്ദർഭത്തിൽ ഉറപ്പോടെ കർത്താവെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഈ കൊടുങ്കാറ്റിന് എന്നെ തകർക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ തിരമാലയ്ക്ക് എന്റെ ഭവനത്തെ കടമുഴുകി കളയുവാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയാൻ നമുക്ക് ഇടമെന്നാൽ കർത്താവിന്റെ അത്ഭുതകരമായ അനുഗ്രഹം നമ്മൾ ഏറ്റുവാങ്ങുന്ന അനുഭവം ഉണ്ടാകും. Praise the Lord. Hallelujah. 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 കാരണം ഒരു തിരമാലയും അവനെ പരാജയപ്പെടുത്തുകയില്ല, ഒരു കൊടുങ്കാറ്റും അവനെ പരാജയപ്പെടുത്തുകയില്ല. Praise the Lord. Hallelujah. നമ്മൾ മുഴുവൻ വിശ്വാസത്തോടും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഇന്ന് വരെ പരാജയപ്പെട്ട ചരിത്രം യേശുവിന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കേട്ടില്ല. അവൻ പരാജയപ്പെട്ട ചരിത്രമില്ല. അവനെ പരാജയപ്പെടുത്താൻ തിരമാലയ്ക്ക് കഴിയുകയില്ല, സിംഹത്തിന് കഴിയുകയില്ല, തീച്ചൂളയ്ക്ക് കഴിയുകയില്ല, ഒന്നിനും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്കൊരു പരാജയം സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആരുടെയും മുൻപിൽ പരാജയപ്പെട്ടില്ല, ഒരു പിശാചിന്റെ മുൻപിൽ അവൻ പരാജയപ്പെട്ടില്ല. പിശാച് അവന്റെ മുൻപിൽ പരാജയപ്പെട്ട ചരിത്രമേ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവായി പിശാച് പറയും, ഇല്ല, ഇതിൽ നീ തകർന്നു പോകും, ഈ കടമ്പ നീ കടക്കുകയില്ല, ഈ ലോകത്തിൽ നീ എഴുന്നേൽക്കുകയില്ല, നിന്റെ ആരോഗ്യം പോയതാണ്, ഇതുകൊണ്ട് നീ തീരാൻ പോവുകയാണ് എന്നൊക്കെ മനസ്സിൽ ചിലപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരോട് എന്താണ് പറയേണ്ടത് ഞാൻ പറയാം. പിശാചേ, എനിക്ക് നിന്നെ അറിയാം, കാരണം നീ നുണയിലും നുണയുടെ അപ്പനുമാണെന്ന് എനിക്കറിയാം.
നീയാണ് പണ്ട് അങ്ങ് പറുദീസയിൽ വെച്ച് എന്റെ അപ്പനപ്പൂപ്പന്മാരെ പരാജയപ്പെടുത്തിയവൻ. എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണ് എന്ന് ദുഷ്ടപിശാചിനോട് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞോളാം, എന്റെ യേശു എല്ലാത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. അവന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറഞ്ഞത് വാക്യം നമുക്ക് ഓർക്കാം. അവന് കഴിയാത്തതായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവന് കഴിയാത്തതായില്ല എന്ന കാര്യം നമ്മൾ വിശ്വസിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തെക്കാൾ അവൻ നമ്മുടെ അടുത്തുണ്ടെന്ന് കരുതിക്കോണം. ഹല്ലേലൂയ. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തെക്കാൾ അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചോണം. അതിനേക്കാൾ അടുപ്പമാണ് എന്റെ കർത്താവ് ഞാനുമായിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനേക്കാൾ ബന്ധമുണ്ട് എന്റെ കർത്താവിന് എന്നോടൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു ശ്വാസോച്ഛ്വാസം തീർന്നു പോകിയത്. എന്നാൽ അതിനേക്കാൾ ബന്ധം അവന് ഞാനുമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാണെന്ന് അറിയാമോ? 100 ഒരാടിനെ പോലും നഷ്ടപ്പെടാതെ ഒന്നിന്റെ പുറകെ പോയി തോളിലെടുത്തോണ്ട് വന്നവനാണ്. അങ്ങനെയെങ്കിൽ അവൻ വിശ്വസ്തനാണ്. അവനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം നമ്മുടെ കർത്താവിന് കൊടുക്കാം. കർത്താവിനെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ പറയും, കർത്താവേ ഞാൻ അങ്ങേക്ക് എന്റെ സങ്കടങ്ങൾ തരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അതെല്ലാം ചുമന്നുകൊണ്ട് നടന്നു ഒടുവിൽ അതുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. മുഴുവനായും നമ്മുടെ കർത്താവിനെ ആശ്രയിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. കാരണം ഇന്നലെ വരെ പിശാചിനെയും രോഗത്തെയും പരാജയപ്പെടുത്തിയവൻ ഇന്നും അവൻ നമുക്ക് വേണ്ടി പോരാടുകയില്ലെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇന്നലെ വരെ അവൻ ദുഷ്ടനെ പരാജയപ്പെടുത്തിയില്ലേ നമുക്ക് വേണ്ടി? ഇന്നലെ അവൻ രോഗത്തിൽ നമ്മളെ സുഖപ്പെടുത്തിയില്ലേ? ഇന്നലെ വരെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ഇന്നും അവൻ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതത്തെ തകർക്കാമെന്ന് കരുതി പിശാച് ഓരോ രോഗങ്ങൾ കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിൽ പെട്ട് ഉഴലണമെന്നാണ് ശത്രുവായ പിശാച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിൽ കിടന്ന് കുഴയണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിൽ കിടന്ന് നമ്മൾ നരകിക്കണമെന്നും നമ്മുടെ മനസ്സ് കലുഷിതമായി ദൈവത്തെ ഒന്ന് പിറുപിറുക്കുകയോ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ഒന്ന് എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ ഇടവരണം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാൽ എന്നാണ് അവൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം, ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ എനിക്ക് വേണ്ടി ഇന്നലെ വരെ പോരാടിയവൻ ഇന്നും അവൻ എനിക്ക് വേണ്ടി പോരാടും എന്ന് നമുക്ക് പറയാൻ കഴിയണം. കരങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്താൽ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, യെരിഹോ മതില് ഉരുണ്ട് വീണത് അതോ പൊളിച്ചത് JCB ഉപയോഗിച്ചാണോ? അതോ ഇപ്പോഴുള്ള ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് വല്ലതാണോ? ഹല്ലേലൂയ. അവന്റെ വചനത്താലല്ലേ, അവനല്ലേ അത് പൊളിച്ചത്. പ്രൈസ് ദി ലോർഡ്. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ പൊക്കിയെടുത്തത് അവനല്ലേ. പ്രൈസ് ദി ലോർഡ്. കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളക്കിയത് എന്തെങ്കിലും മാരകായുധം ഉപയോഗിച്ചാണോ? അവൻ ചെയ്തതല്ലേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്നലെ അവൻ നിനക്ക് വേണ്ടി അവർക്ക് വേണ്ടി ചെയ്തവൻ ഇന്ന് എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ? ഒരിക്കലും ചെയ്യാതിരിക്കൽ. അതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടാലും ശരി, ജോലി നഷ്ടപ്പെട്ടാലും ശരി, ബന്ധങ്ങൾ മുറിഞ്ഞു പോയാലും ശരി, എന്തെല്ലാം തകർച്ചകൾ ഉണ്ടായാലും ശരി, നമുക്ക് വേണ്ടി കരുതുന്നവൻ നമ്മുടെ കർത്താവാണെന്ന് കരുതിക്കൊള്ളണം. അവനെ മാത്രം മുറുകെ പിടിച്ചുകൊള്ളണം. അവനെ മാത്രം വിളിച്ചപേക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും എന്നെയും നിങ്ങളെയും തകർക്കാൻ കഴിയുകയില്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അവരിൽ നമ്മൾ ശരണം അർപ്പിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ വിശ്വസിക്കുക എന്നത് ഒരു ആരാധന വേളയിൽ സംഭവിക്കുന്നത് ആയിരിക്കരുത്. ആരാധനയിൽ വേളയിൽ മാത്രം വിശ്വസിക്കുകയും അത് കഴിഞ്ഞ് മറന്നു പോവുകയും ചെയ്യുന്നതല്ല. ആരാധന വേളയിൽ കർത്താവേ എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുകയും പുറത്തിറങ്ങി കഴിയുമ്പോൾ അതെടുത്തോണ്ട് പോവുകയും ചെയ്യുന്നവരെ ആയിരിക്കരുത്. കർത്താവെ മുഴുവനായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു, എന്നെ ഏറ്റെടുക്കണമേ എന്ന് മുഴുവനായി നമ്മുടെ കർത്താവിനെ അവൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു
കാര്യത്തിനു വേണ്ടിയും ആയിരിക്കരുത്. എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും, എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് അവനെ വിശ്വസിക്കാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. സകല കാര്യത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനെ വിശ്വസിക്കാൻ ഇടവരണം. അനേകം ദൈവദാസന്മാർക്ക് പറ്റുന്ന അവധം പല കാര്യത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിക്കും. എന്നാൽ ചില നിസ്സാര കാര്യത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാതെ പോകും. ഒരു ഉദാഹരണം എടുക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളൊന്നും എടുത്തേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 17-18 വാക്യങ്ങൾ. കണ്ടപ്പോൾ അവനോട്, ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനും അത്രേ. നിങ്ങളെ മതി. എന്താണ് പറഞ്ഞത്? മഹാരാജാവിനോട് പറയുകയാണ്, നീയല്ലേ ഈ രാജ്യത്തെ പീഡിപ്പിക്കുന്നവരെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല, നീയും. നാടൻ ഭാഷ നീ നിന്റെ അപ്പനുമാണെന്നാ പറഞ്ഞത്. ഒരു രാജാവിനോട് പറയുകയാണ്, മുഖത്ത് നോക്കി പറയുകയാണ്. അത്രമാത്രം ധൈര്യശാലിയായിരുന്നു ഏലിയാവ്. അത്രമാത്രം തന്റേടമായിരുന്നു ഏലിയാവിന് രാജാവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ മഴ പെയ്യിച്ചവനാണ്. സ്വർഗത്ത് അഗ്നി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഗ്നി ഇറങ്ങിയവനാണ്. രാജാക്കന്മാർ 1-ാം പുസ്തകം 19-ാം വാക്യം നിർത്തി. അവൻ സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന ദൂരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാവട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവൻ, മഴ പെയ്യേണ്ടെന്ന് പറഞ്ഞു പെയ്യാതിരുന്നവൻ, രാജാവിന്റെ മുഖത്ത് നോക്കി നീയാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞവൻ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവൻ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാർക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏലിയാവിനെ കുറ്റം പറയാനല്ല, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ നിരാശപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കടന്നു വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനെ നോക്കി പറയാൻ ഇടവരണം, എന്റെ കർത്താവ് വലിയവനാണ്, എന്റെ കർത്താവ് ഇതിൽ നിന്ന് വിടുവിക്കാൻ മതിയായവനാണ്, എന്റെ കർത്താവ് ഇതിൽ നിന്ന് കരകയറ്റാൻ മതിയായവനാണ്, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെല്ലാം വിഷമം ഉണ്ടായിക്കോട്ടെ, സാമ്പത്തികമായി ഒന്നുമില്ലാതെ ആയിക്കോട്ടെ, എല്ലാം അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായാലും ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ അവന്റെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട, കഴിഞ്ഞു പോയത് ഒന്നിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാതിൽ തുറക്കുന്നില്ലെങ്കിൽ കർത്താവ് അത് അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ദൈവം ഒരു വാതിൽ അടച്ചാണിട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ വാതിലിനകത്തോട് നിനക്ക് കുഴപ്പമില്ലെന്നില്ല, അകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു വഴി അടച്ചിട്ടുണ്ടെങ്കിൽ നീ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കുഴികൾ കാണാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ടാണ് വഴി അടച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടച്ച വഴിയും അടച്ച വാതിലിനെ കൊണ്ട് വിഷമിക്കരുത്. ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്തിന് വഴി തുറക്കുമെന്ന് കരുതിയാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആ വഴിയിലൂടെ പോയാൽ എന്തെല്ലാം സംഭവിക്കും നമുക്കറിയില്ലല്ലോ. അടഞ്ഞ വാതിൽ നമ്മൾ അകത്ത് കടന്നാൽ അതിനകത്ത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ നന്ദി എന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചെങ്കടലിന്റെ അടുത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയത് വേറെ വഴിയില്ലാഞ്ഞിട്ടാണോ? വേറെ വഴിയില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് കൊണ്ടുപോയത്? വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ മിസ്രൈമ്യ സൈന്യം കുറെ കഴിയുമ്പം പുറകെ നിന്ന് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഏത് വഴിയിലൂടെ പോയാലും ഇവർ ഒരു ദിവസം വന്ന് പിടിച്ചോണ്ട് പോകും. എന്നാൽ ഒരിക്കലും പിടിച്ചോണ്ട് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഒരിക്കലും ഇവരെ പിന്തുടർന്ന്
കൊണ്ടുവരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷെ ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളായിരുന്നു. ദൈവത്തിന് മാത്രമേ അറിവുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറെ പേര് വന്ന് പരാതിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പോകുന്ന വഴിയെ ദൈവമക്കൾ പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. എല്ലാവരും പോകുന്ന വഴിയെ ദൈവമക്കൾ പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്കായി പ്രത്യേകമായ ഒരു വഴി ദൈവം തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി ഒരു വാതിലുണ്ട്. ആ വഴിയെ നമ്മൾ പോകാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാവരും പോകുന്ന വഴിയെ പോയാൽ എല്ലാവരും എത്തുന്നിടത്തേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. എല്ലാവരും പോകാത്ത വഴിയുണ്ട്. ദൈവമക്കൾക്ക് പോകാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാലേ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഒന്ന് കരങ്ങളുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് കരങ്ങളുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം, നന്ദി കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തെങ്കളുടെ അടുത്ത് ഇരുന്നപ്പോ നല്ല മിടുക്കന്മാരുണ്ടായിരുന്നു അവിടെ. ഇതിനേക്കാൾ നല്ല വഴി ഞങ്ങൾക്കറിയാമായിരുന്നു, ദൈവത്തിന് തെറ്റ് പറ്റിപ്പോയി എന്നവർ കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പെരുമ്പെടുക്കാൻ ഇട വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചതിനേക്കാൾ എളുപ്പ വഴിയുണ്ടെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇതിനേക്കാൾ ഇച്ചിരി നല്ല വഴി വേറെ ഉണ്ടായിരുന്നെന്ന് തോന്നാത്തവരാരെങ്കിലും ഉണ്ടോ? കുഴപ്പങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇതിനേക്കാൾ മെച്ചമുള്ളത് ഇതല്ലായിരുന്നു എന്ന് തോന്നാത്തവർ എത്ര പേരുണ്ട്? തോന്നിയിട്ടുണ്ടാകും. ഇതിനേക്കാൾ മെച്ചമാണല്ലോ. പക്ഷെ കാര്യങ്ങൾ പരിണമിച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ദൈവത്തിന്റെ വഴിയാണല്ലോ ഏറ്റവും നല്ലതെന്ന് മനസ്സിലാവുകയുള്ളൂ. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാണെന്ന് എപ്പോഴും കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴിയാണ് ഏറ്റവും നല്ലതെന്നും ഏറ്റവും മെച്ചമെന്നും ഏറ്റവും മേന്മയേറിയതുമെന്ന് നമ്മൾ കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവമല്ലേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മെ മെനഞ്ഞത്? അവിടെ വെച്ച് ദൈവമല്ലേ നമ്മളെ രൂപപ്പെടുത്തിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ മുതൽ ഇവിടം വരെ നമ്മളെ കൊണ്ടുവരാമെങ്കിൽ ഇവിടെ വെച്ച് ദൈവം ഉപേക്ഷിക്കുമെന്ന് കരുതാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അവിടുന്ന് ഇവിടം വരെ എത്തിച്ചില്ലേ? ഇനി എന്നിട്ട് ഇവിടെ വെച്ച് നമ്മളെ ഉപേക്ഷിച്ച് ദൈവം കൈ കഴുകി മാറിപ്പോകുമെന്നാണോ കരുതുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ദൈവം കൂടെ നിന്നെങ്കിൽ ഇന്ന് ദൈവം അല്ലെങ്കിൽ നാളെ ദൈവം പുറത്തിരിഞ്ഞ് നിൽക്കുമെന്ന് കരുതാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ദൈവം നമുക്ക് പുറത്തിരിഞ്ഞ് നിൽക്കുകയില്ല. നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ കരുതുന്നവനാണ്, അവൻ നമ്മെ കാക്കുന്നവനാണ്, അവൻ നമ്മെ സംരക്ഷിക്കുന്നവനാണ്, അവൻ നമ്മെ സൂക്ഷിക്കുന്നവനാണ്. ഏത് വഴിയിലൂടെ പോയാലും നമ്മളെ അനുഗ്രഹിക്കാൻ അവന് കഴിയും. ഏത് വഴിയിലൂടെ അവൻ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴോ യാക്കോബേ എടുക്കും വായിക്കും. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുപടിയായി മതി മതി. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയാനുള്ള കാരണം എന്താ? ഭയം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നീ വെള്ളത്തിൽ വീഴാൻ സാധ്യതയുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. നദി കടക്കുമ്പോൾ അതിന്റെ കവിയുകയില്ലെന്ന് പറഞ്ഞാൽ കഴുത്തോളം വെള്ളത്തിലേക്ക് നീ വരാൻ സാധ്യതയുണ്ടെന്നല്ലേ അർത്ഥം? തീയിലൂടെ നടന്നാൽ പൊള്ളുകയില്ലെന്ന് പറഞ്ഞാൽ നീ തീയിലൂടെ നടക്കാൻ ഇടവരുമെന്ന് അതിനൊരു അർത്ഥമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവമക്കൾക്ക് തീയിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും, വെള്ളത്തിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നാൽ അത് നിന്നെ മുക്കുകയില്ല, ജ്വാല നിന്നെ പൊള്ളലേൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാണ് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്തെല്ലാം കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, അതൊക്കെ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മൾക്ക് മനസ്സിലാവുകയില്ല, ഇഷ്ടപ്പെടുകയുമില്ല. ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ മുൻപിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് പറഞ്ഞില്ലേ, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നെ അറിയിക്കുക. നിങ്ങളുടെ ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ തരാമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ അവന് കഴിയും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ആരും കൂടെ ഇല്ലെങ്കിലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ മാത്രമേ ഉള്ളൂവെങ്കിലും നീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് ലോകം പറഞ്ഞാലും നിന്റെ മനസ്സ് പറഞ്ഞാലും നീ അത് വിശ്വസിക്കരുത്. അവനാണ് വിളിച്ചതെങ്കിൽ നീ വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് പോകാൻ ഇടവന്നേക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ ചുമട് എന്റെ തലയിലേക്ക് വെച്ചോ, തോളിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞില്ലേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം പറയാത്ത ചുമട് ചുമക്കുന്നതിനാ? പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാത്ത ചുമട് എന്തിനാ നമ്മൾ ചുമക്കുന്നത്? ദൈവം എടുക്കാമെന്ന് പറഞ്ഞ ചുമട് എന്തിനാ നമ്മൾ തോളിൽ വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നഴ്സറി പോകുന്ന കുട്ടികളോട് ബാഗും കൊടയും പുസ്തകവും എല്ലാം കൂടെ ഈ ബാഗിനകത്തേക്ക് ഇട്ടിട്ട് അമ്മ എടുക്കാൻ സമ്മതിക്കോ? എന്റെ തോളയിലേക്ക് വെച്ച് അത് ഇട്ടിട്ട് കൊടുത്താൽ മാത്രമേ നാളെ മുന്നോട്ട് പോകുള്ളൂ. വണ്ടിയെ കയറിയാലും ഇത് അഴിച്ചു നോക്കിയല്ല. എന്നാ കുറച്ചു ദിവസം കഴിയുമ്പോൾ ചുമന്ന് മടുത്ത് കഴിയുമ്പോൾ എന്ന് പറയും, എന്നാ അമ്മ വിളിച്ചോളാമെന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങനെ തന്നെയാ. കുറേ സമയം നമ്മൾ ചുമന്നുകൊണ്ട് പോയി മടുത്ത് കഴിയുമ്പോഴേ ഒന്ന് പിടിക്കാമോ എന്ന് കർത്താവിനോട് ചോദിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ കൊടുത്തേക്കണം. അമ്മ ചോദിക്കുമ്പോൾ തന്നെ കൊടുത്താൽ ഇത്രമാത്രം മടുക്കേണ്ട കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ആരംഭം കുറിച്ചവൻ ആരാണ്? അവനല്ലേ. നമ്മുടെ ആരംഭം കുറിച്ചവൻ ദൈവമല്ലേ. നമ്മുടെ ഒടുക്കത്തെ കാര്യവും അറിയാവുന്നത് അവനല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കുള്ള ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ തലകുറ്റി പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരംഭം കർത്താവിന്റെ കൈകളിലാണ്, നമ്മുടെ അവസാനവും കർത്താവിന്റെ കൈകളിലാണ്. പിന്നെ ഇടയ്ക്കുള്ള ഈ കുറച്ചു കാലം നമ്മൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അറിയില്ലേ, ആരംഭം കുറിച്ചവൻ അറിയില്ലേ ബാക്കി എങ്ങനെ കൊണ്ടു നടക്കണമെന്ന്. അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നത് ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നും അനുസരിച്ചല്ല നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴിയുണ്ട്, ദൈവത്തിൻ്റെതായ രീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും. പ്രതികൂലവും വിഷമവും സങ്കടവും വരുമ്പോഴാണ് നമ്മൾ ആകുലപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ നമുക്ക് വിഷമമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ നമുക്ക് പാടാണ്. കാരണം എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ മാത്രമുള്ള കാഴ്ചശക്തി ദൈവത്തിന് ഇല്ലെന്ന് കരുതി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടപ്പാട് കാണാൻ മാത്രം കാഴ്ചശക്തി കുറഞ്ഞവനാണോ നമ്മുടെ ദൈവം? ആണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂരിരുട്ടിൽ നമുക്കൊന്നും കാണാൻ പറ്റുകയില്ല. എന്നാൽ ഏത് കൂരിരുട്ടിലും തൊട്ടടുത്തതുപോലെ എല്ലാ കാര്യവും കാണാൻ കഴിയുന്ന കണ്ണുള്ളവനാണ് നമ്മുടെ ദൈവം. നൈറ്റ് വിഷൻ ഉണ്ടാവും. നൈറ്റ് വിഷൻ ഇപ്പൊ കുറച്ച് പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ കർത്താവിന് പണ്ടേ ഇതുള്ളതാണ്. ഏത് കൂരിരുട്ടിലും അവൻ കാണാം, ഏത് പാതാളത്തിനടിയിലുള്ളതും അവൻ കാണാം. ഹല്ലേലൂയ. എവിടെ നിന്നും നമ്മളെ രക്ഷിക്കാൻ അവൻ മതിയായവനാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വീഴ്ചയുടെ തൊട്ടടുത്താണ് നമ്മളെന്ന് കരുതിയാലും നീ വീഴാൻ ഞാൻ സമ്മതിക്കുകയില്ലെന്നാണ് നമ്മുടെ കർത്താവ് പറയാനുള്ളത്.
നമ്മൾ വിചാരിക്കുന്ന വീഴ്ചയുടെ തൊട്ടടുത്താണ്. ഇനി എനിക്ക് മോചനമില്ല, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് നമ്മൾ പറഞ്ഞാലും കർത്താവ് പറയും, ഞാൻ നിന്നെ രക്ഷിക്കാൻ മതിയായവനാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പറയും, ഇല്ല, നിനക്ക് ഇവിടെ നിന്ന് മോചനമില്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പിന്മാറിയേക്കരുത്, നമ്മൾ പരാജയപ്പെട്ടേക്കരുത്. കാരണം നമ്മുടെ വിടുതലിന്റെ സമയത്തിന് തൊട്ടടുത്തായിരിക്കും നമ്മൾ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനുഗ്രഹത്തിന്റെ വഴിയുടെ തൊട്ടടുത്ത നിമിഷം ആയിരിക്കും നമ്മൾ നിൽക്കുക. നമുക്കറിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരിക്കലും പിന്മാറിയേക്കരുത്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ അബദ്ധം ഞാൻ പറയാം. ദൈവം അനുവദിച്ച കാലാന്തരത്തിന് തൊട്ടടുത്ത് ചെന്നിട്ടാണ് അവർ പിന്മാറിയത്. തൊട്ടടുത്ത് വരെ ചെന്നിട്ട് അവർ പിന്മാറേണ്ടി വന്നവർക്ക്. കാരണം അവർ ചെങ്കടൽ വിഭജിച്ച കാര്യം അവർ മറന്നുപോയി. ഫറവോയുടെ വീട്ടിൽ വെച്ച്, അവന്റെ നാട്ടിൽ വെച്ച് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവർ മറന്നുപോയി. അവർ കഴിച്ച ഭക്ഷണവും കുടിച്ച വെള്ളത്തിന്റെ ഉറവിടവും അവർ മറന്നുപോയി. അതുകൊണ്ട് അവർക്ക് മടങ്ങി പോകേണ്ടി വന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയാതെ അത്ഭുതകരമായി ദൈവം ചെയ്ത നന്മകൾ സ്വന്തമാക്കാൻ, അഥവാ ഒരുക്കി വെച്ചത് സ്വീകരിക്കാൻ കഴിയാതെ വാഗ്ദാനത്തിൽ ഉറപ്പില്ലാത്തവരായി അവർ മടങ്ങി പോകേണ്ടി വന്നു. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. കൈയെത്തുന്ന ദൂരത്ത് വെച്ച് കൈമോശം വന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടായേക്കരുത്. എന്ത് വന്നാലും വിശ്വസിച്ചോണം, എന്ത് വന്നാലും സ്വീകരിച്ചോണം. എന്റെ ദൈവം മതിയായവനാണ്, എന്നെ അനുഗ്രഹിക്കാൻ മതിയായവനാണ് എന്ന് കരുതിക്കൊള്ളണം. അവർ അത് ചെയ്യാതിരുന്നത്, വിശ്വസിക്കാതിരുന്നത് തൊട്ടടുത്ത് ചെന്നിട്ട് സ്വീകരിക്കാൻ പറ്റാതെ നടക്കേണ്ടി വന്നു. വർഷങ്ങളോളം അവർക്ക് അവിടെ എത്താനും കഴിഞ്ഞില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് യോസേഫ് കരുതി കാണും. പക്ഷെ തൊട്ടടുത്തായിരുന്നു അവന്റെ മന്ത്രിക്ക് കർത്താവ് ഒരുക്കി വെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചില അനുഗ്രഹങ്ങൾ തരുവാൻ പെട്ടെന്ന് തന്നാൽ ഒരുപക്ഷെ നമ്മൾ ഇതിൽ കുഴപ്പത്തിൽ ചാടുമെന്ന് കരുതിയിട്ടാണ് ചിലപ്പോൾ ദൈവം നമുക്കുള്ള അനുഗ്രഹങ്ങൾ വൈകിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നാൽ പെട്ടെന്ന് തന്നാൽ ഒരുപക്ഷെ നമ്മൾ അഹങ്കരിച്ചു പോവുകയോ നമ്മൾ നശിച്ചു പോവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം കറക്റ്റ് സമയത്തിന് തരികയുള്ളൂ. എടുക്കാം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വന്നത്. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോശെ എന്ന മനുഷ്യൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഈ വാക്കോട് സൂക്ഷിച്ചു വെച്ചോളെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യം എന്നെഴുതി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-12. അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമിൽ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്നു, മണലിൽ മറന്നു ചെയ്തു. ഒരു തന്നെ ഒരു സഹോദരനെ അടിക്കുന്നത് കണ്ടപ്പോ ഒറ്റയടിക്ക് ഒരുത്തനെ അടിച്ചു കൊണ്ട് കുഴിച്ചിട്ടവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ സകല മനുഷ്യരിലും അതിസൗമ്യനാണ് എന്ന്. ഹല്ലേലൂയ. എടുക്കാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 12-13 വാക്യം കൂടി ഒന്ന് എടുത്തേ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസവും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ മതി. 400 വർഷം പ്രവാസികളായിരിക്കുമെന്ന്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 40-41 വാക്യങ്ങളുണ്ട്.
ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. മതി. 400 വർഷം പ്രവാസികളായിരിക്കുമെന്ന് പറഞ്ഞു കർത്താവ് അബ്രഹാമിനോട്. പക്ഷെ ഇപ്പൊ ഇവിടെ എത്ര വർഷം അവർ പ്രവാസികളായി? 430 വർഷം. എന്തിനാണ് ഈ 30 വർഷം അധികമാക്കിയെന്ന് പറയാമോ? അത് പറയാനാണ് ഇത്രയും വായിപ്പിച്ചത്. 40 വർഷം എടുക്കേണ്ടി വന്നു മോശയെ മര്യാദ പഠിപ്പിക്കാൻ. 10 വർഷം കൊണ്ട് ഇവരെ ഒന്ന് സൗമ്യനാക്കാമോ എന്ന് നോക്കി, നടന്നില്ല. 20 വർഷം കൊണ്ട് നോക്കി, നടന്നില്ല. 30 വർഷം കൊണ്ട് നോക്കി, നടന്നില്ല. ദൈവം അതിനുവേണ്ടി ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആടിനെ മേയ്ക്കാൻ ഏൽപ്പിച്ചു. ആടിനെ നോക്കാൻ വേണ്ടി. ആടിന്റെ സ്വഭാവം അറിയാമോ? ഒരെണ്ണത്തിനെ അങ്ങോട്ട് ഓടിച്ചാൽ 2 ഇങ്ങോട്ട് പോകും. ഒരെണ്ണം സ്പീഡ് കൂട്ടി പോകും, ഒരെണ്ണം സ്പീഡ് കുറഞ്ഞു പോകും. ഒരെണ്ണം കിടക്കും, അതിനെ എടുത്തോണ്ട് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ മര്യാദ പഠിപ്പിക്കാൻ ഈ ആടിന്റെ കൂടെ വിടണമെന്ന് തീരുമാനിച്ചു. ഓരോന്നിനെ സംരക്ഷിക്കാൻ, സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവരെ പരിശീലിപ്പിച്ച് ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടി 40 വർഷം എടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 31-32 വാക്യം ഒന്ന് എടുത്തേ. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്നു എന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. ഒരുത്തനെ കൊന്നു കുഴിച്ചിട്ടവർ ഇപ്പോൾ പറയുകയാണ്, എന്താ പറഞ്ഞേ? അവരെ നീ നശിപ്പിച്ചാൽ എന്റെ പേരുകൂടെ അങ്ങ് വായിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇവന് ഈ 40 വർഷം എടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? കർത്താവേ, അവരെ തട്ടിക്കളഞ്ഞേന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തനെ വെച്ചേക്കെന്ന് പറഞ്ഞേനെ. മനുഷ്യ സ്നേഹം ഇവരെ പഠിപ്പിക്കാൻ, മനുഷ്യനോടുള്ള അനുകമ്പ പഠിപ്പിക്കാൻ ദൈവം 40 വർഷം എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവൻ ഈ മനുഷ്യരെ കൊണ്ട് നടക്കാൻ ഇടവന്നത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ മര്യാദ പഠിപ്പിക്കാൻ, ആടിനോട് കൂടി ജീവിപ്പിക്കാൻ ഇടവന്നു. യോനായെ മര്യാദ പഠിപ്പിക്കാനോ? അതിനേക്കാൾ കുറെ ദൈവത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നു. കടലിൽ എറിയേണ്ടി വന്നു, മത്സ്യം വിഴുങ്ങേണ്ടി വന്നു, ദൈവത്തിന് കുറെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. ആര്? യോനായെ മര്യാദ പഠിപ്പിക്കാൻ, മനുഷ്യ സ്നേഹം പഠിപ്പിക്കാൻ. നമുക്കുള്ളത് കേട്ടോളൂ. ദൈവത്തിന്റെ വളരെ കൃത്യമായ പദ്ധതിയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന് ഇതുപോലെ ചില വഴി ദൈവം ഒരുക്കാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടാക്കണ്ട, വഴക്കുണ്ടാക്കണ്ട. ആടിനെ മേയ്ക്കോ, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ദൈവത്തിന്റെ വളരെ കൃത്യമായ പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ദൈവം ചില വഴികൾ ഒരുക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് കരുതിയാൽ മതി. എന്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ദൈവം ഒരുക്കുന്ന വഴിയാണെന്ന് കരുതിയാൽ മതി. കാരണം നമ്മൾ ആരാണെന്ന് നമുക്കറിയാമോ? നമുക്കറിയില്ല. നമ്മൾ ആരാണെന്ന് നമ്മുടെ ദൈവത്തിനെ അറിയാൻ പറ്റും. ഉദാഹരണം, പത്രോസ് ആരാണെന്ന് പത്രോസിന് മനസ്സിലായോ? പത്രോസിന് മനസ്സിലായില്ല. ദൈവത്തിന് അറിയാമായിരുന്നു. ഇവൻ ആരാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല, എന്നാൽ നമ്മുടെ ദൈവത്തിന് അറിയാം. നമ്മൾ ആരായി തീരണമെന്ന് ദൈവത്തിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയെ നമ്മളെ കൊണ്ടുപോകാൻ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ പരുവപ്പെടുത്താൻ പരുപരുത്ത വഴിയിലൂടെ ദൈവം കൊണ്ടുപോകും. സിംഹക്കുഴിയിലൂടെ ഇറക്കി കയറ്റും, തീക്കുണ്ണത്തിനകത്തൂടെ ഇറക്കി കയറ്റും, വെള്ളത്തിനടിയിലൂടെ ഇറക്കി കയറ്റും. കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിന് നടുവിലൂടെ നിന്നെ കൊണ്ടുപോകും. എങ്കിലേ നിന്നെ ഒന്ന് രൂപപ്പെടുത്താൻ ദൈവത്തിന് കഴിയൂ. അല്ല, ദൈവത്തിന് കഴിയൂ, അഥവാ നീ അങ്ങനെ ആവുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് ആ വഴി ദൈവം ഉപയോഗിച്ചേക്കാം. ഞാൻ വീണ്ടും പറയാം, പത്രോസ് ആരാണെന്ന് പത്രോസിന് അറിയില്ലായിരുന്നു. പൗലോസ് ആരാണെന്ന് അനനിയാസിനും അറിയില്ലായിരുന്നു, പൗലോസിനും അറിയില്ലായിരുന്നു. എന്താണ് പൗലോസ് ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ
കണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി സഹിക്കുന്ന ഒരുവനെ എനിക്ക് ഇവരിൽ കാണാൻ കഴിയുന്നു എന്നാണ് ദൈവം അനന്യാസിനോട് പറഞ്ഞത്. ഇത് പൗലോസിന് മനസ്സിലായില്ല, ഇത് ഒരിക്കലും പൗലോസിന് മനസ്സിലായില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മേക്കാൾ നമ്മെ അറിയുന്നവരാണ് നമ്മുടെ ദൈവം. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. മോശയ്ക്ക് നല്ലൊരു ഓഫർ ദൈവം കൊടുത്തായിരുന്നു. എന്താ കൊടുത്ത ഓഫർ? ഇവരെ കളഞ്ഞിട്ട്, ഇവരെ തട്ടിയിട്ട് നിന്നിൽ നിന്ന് ഞാനൊരു ജനതയെ ഉണ്ടാക്കിയേക്കാം. മോശ സമ്മതിച്ചോ? മോശ സമ്മതിച്ചോ? മോശ സമ്മതിച്ചില്ല. എന്താ കാരണം? 40 വർഷം ഇവൻ നിന്ന് അവിടെ എന്താണോ ഇവൻ രൂപപ്പെടേണ്ടത് അത് മുഴുവൻ ആ മരുഭൂമിയിൽ വെച്ച് ദൈവം അവനെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ, നമുക്ക് വിഷമം ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മളെ രൂപപ്പെടുത്താനാണെന്ന് കരുതിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്കൊരു രൂപാന്തരം തരാൻ വേണ്ടിയാണ് നമുക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്ന് കരുതിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ തന്റെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പേ പരിശീലിപ്പിച്ചിട്ട് ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ പരുവപ്പെടുത്തി, മോശയെ പരുവപ്പെടുത്തിയിട്ടാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിച്ചത്. പരുവപ്പെടാതെ, ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം വരാതെ ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ അനേകർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അനേകർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരുക്കപ്പെടാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ അവർ അപകടകാരികളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപകടകാരികളായിരിക്കും. അതുകൊണ്ട് ദൈവം ഒരുക്കിയിട്ടേ തന്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഒരുക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ പണിയുന്നതിന്, ഉപയോഗിക്കുന്നതിന്, ഒരു തകർക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞാൽ മതി. വളരെ മനോഹരമായ ഒരു പാർട്സ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും വില കൂടിയ തുണി എന്ത് ചെയ്യണം? മുറിച്ച് 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 കഷ്ണങ്ങളാക്കി കുറെ സാധനത്തെ വേസ്റ്റ് ആക്കി കളയും. തുണി എത്ര വില കൂടിയതാണെങ്കിലും കണക്കിന് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ചാക്ക് പോലെ ഇരിക്കും, ഉപയോഗിക്കാൻ പറ്റാതെ വരും. ചാക്കിന്റെ കോരത്തിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവം ഇനിയും കുറെ കൂടി പണിയാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായ ഒരു ഫർണിച്ചർ, അത് ഫർണിച്ചർ ആകുന്നതിന് ഒരു മരത്തിനോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? മുറിക്കണം, അറക്കണം, തുളയ്ക്കണം, ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ പ്രോസസിംഗിലൂടെ കടന്നു പോയാലേ ഒരു മനോഹരമായ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ആശാരിമാർക്കറിയാം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ രൂപപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ദൈവത്തിന്റെ ആഗ്രഹമുള്ളതുപോലെ ഒരു പാത്രമായി ഞാനും നിങ്ങളും തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നവനാണ്. ദൈവം നമ്മളെ ഉപേക്ഷിച്ചെന്ന് ആരും കരുതണ്ട. ഇന്നലെ വരെ നമ്മളെ കരുതിയ ദൈവം ഇന്ന് ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല, ഒരിക്കലും സാധ്യതയില്ല. ഇന്നലെ നമ്മളെ സൂക്ഷിച്ച ദൈവം ഇന്ന് നമ്മളെ ഇട്ടിട്ട് പോകുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഥ എഴുതി തീർത്ത് പുസ്തകം അടച്ചു വെച്ചിരിക്കുകയല്ല ദൈവം. ഇനിയും അനേകം പേജുകൾ എഴുതാനുണ്ടെന്ന് കരുതിക്കോ. ഇനിയും അനേകം പേജുകൾ ഉണ്ടാകും. എന്റെ കഥയെല്ലാം തീർന്നു കാണും എന്ന് ആരും കരുതിയേക്കരുത്. ഇനിയും നിന്റെ കുറെ പേജുകൾ ദൈവത്തിന് എഴുതാൻ ബാക്കിയുണ്ടെന്ന് കരുതിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്ന വഴിയുടെ അങ്ങേ അറ്റം വരെ കണ്ടാൽ മാത്രമേ ഞാൻ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ എന്ന് കരുതണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കയറാൻ പോകുന്ന സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളിലത്തെ കണ്ടാൽ മാത്രമേ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ കയറുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയും വേണ്ട. 1, 2, 3 സ്റ്റെപ്പുകൾ എന്ന് കയറിക്കോ. ഒരു ദിവസം നമ്മൾ മുകളിൽ എത്തിക്കോളും. ഈ ആത്മീയ ജീവിതം നീ മുന്നോട്ട് കൊടുക്കോ. ഒരു ദിവസം നിന്നെ അങ്ങ് എത്തിക്കുന്ന കാര്യം അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ പടി കയറുന്നതിന് മുമ്പ് ഒന്നാമത്തെ പടിയിൽ എന്താണെന്ന് ഞാൻ ഉറപ്പ് വരുത്തണ്ട. എന്റെ കൂടെ നിൽക്കുന്നവൻ ആരാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവനെ കുറിച്ച് നിനക്കൊരു ഉറപ്പുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലം ഉണ്ടായാലും ഏത് തകർച്ച ഉണ്ടായാലും ഒട്ടും നിങ്ങൾ കൂസലില്ലാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. തീക്കുണ്ടത്തിൽ നീ വീഴുകയില്ല, നഷ്ടമില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നൊരർത്ഥമുണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ ഒറ്റിക്കൊടുത്തോട്ടെ, തള്ളിപ്പറഞ്ഞോട്ടെ, ആരും നിനക്ക് കൂടെയില്ലെങ്കിലും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ വിളിച്ചവൻ, നിന്നെ തിരഞ്ഞെടുത്തവൻ, നിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞവൻ, അവന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ വിമോചകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് മാത്രം കഴിയാവുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനാ. ദൈവത്തിന് മാത്രം കഴിയാവുന്ന ചില കാര്യത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ കർത്താവിന് മാത്രം കഴിയാവുന്നതിന് വേണ്ടി നമ്മൾ എന്തിനാണ് കൃപാസനത്തിലേക്ക് ചിലരെങ്കിലും പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്തതുമാണ് നമ്മുടെ കർത്താവിന് നമുക്ക് തരാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് തരാൻ കഴിയില്ല, ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പോടെ വിശ്വസിച്ചോളൂ, നമ്മൾ ശാപത്തിന് അടിമപ്പെട്ടവരല്ല, നമ്മൾ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് കീഴിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദേവന്മാരുടെ ദേവനാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. ഞാൻ ചോദിക്കട്ടെ, വളരെ കഷ്ടപ്പെട്ട് ഒരു കുടുംബം പുലർത്തുന്ന കുടുംബനാഥനെ പോലെയാണ് സ്വർഗത്തിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ വിഷമിക്കുന്ന പാവം പിടിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് കരുതാമോ? അങ്ങനെ അല്ലെന്ന് കരുതിക്കോണം. വളരെ കഷ്ടപ്പെട്ടാണ് ഒരു കുടുംബനാഥൻ കുടുംബം പുലർത്തുന്നത്. എന്നാൽ ഈ ദൈവം വളരെ കഷ്ടപ്പെട്ടാണ് അവിടെയുള്ളവർക്ക് ചെലവിന് കൊടുക്കുന്നതാണോ കരുതുന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ രാജാതി രാജാവാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാക്കിയവൻ നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്നവനാണ്. അവന് കഷ്ടപ്പാടൊന്നുമില്ല, അവൻ ഒന്നിനും കഷ്ടപ്പാടുള്ളവരല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഉടമസ്ഥൻ അവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ അനുഗ്രഹവും തരുന്നവൻ അവനാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വടിഞ്ഞ തുറമുഖം ഉദ്ഘാടനത്തിന് മുമ്പോ അത് നാടിന് സമർപ്പിക്കുന്നതിന് മുമ്പോ ഒരു സഹോദരിയും അവരുടെ കുട്ടിയും, ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും ഏറ്റവും സുരക്ഷിതമായ മേഖലയിലേക്ക്, ആരെയും കടത്തിവിടാത്ത സ്ഥലത്തേക്ക് പോകാൻ ഇടവന്നു. കാരണം എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രിയുടെ മകളുടെ കുട്ടിയുമായതുകൊണ്ടാണ്. അവരെ ബഹുമാനത്തോടെ അധികാരികൾ വണങ്ങുന്നത് കാണാൻ ഇടവന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനും മകളുമാണ് നീ എന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെ പോകാൻ പറ്റാത്തത്? എവിടാണ് പോകാൻ പറ്റാത്തത്? ഹല്ലേലൂയ. രാജ്യം നാട് ഭരിക്കുന്ന ഒരാളുടെ മകൾ എന്ന നിലയ്ക്ക് എവിടെയും പോകാൻ കഴിയുമെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവന്റെ മകനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറ്റാത്തത്? ആരാണ് നമുക്ക് എതിര് നിൽക്കുന്നത്? അതുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കാം, നട്ടലോടെ നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണെന്ന് ആരുടെയും മുഖത്ത് നോക്കി പറയാം, പിശാചിന്റെ മുഖത്ത് നോക്കി പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്, നിനക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു അധികാരവും അവകാശവും ഇല്ലെന്ന് അവന്റെ മുഖത്ത് നോക്കി ആധികാരികതയോടെ നമുക്ക് പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ സമയത്തും എല്ലാ കാര്യത്തിനും വേണ്ടി എപ്പോഴും നമ്മുടെ കർത്താവിനെ ആശ്രയിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം. എല്ലാ സമയത്തും കർത്താവിനെ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വിടുതലിന്റെ സന്ദേശമാണ്. ഇതൊരു ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് നീ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നമ്മൾക്ക് പറ്റുന്ന അബദ്ധമാണിത്. നമ്മൾ മറന്നുപോകും. പ്രയാസവേളകളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമതകൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റ്, നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ട് വെറുതെ നിൽക്കണ്ട. ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്താവിന്റെ മകനും മകളുമാണ് എന്ന് ഓരോരുത്തരും വിചാരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കൊടുങ്കാറ്റും വന്നോട്ടെ, ഏത് തിരമാലയും വന്നോട്ടെ, ഏത് കൂരിരുട്ടും നമ്മളെ വന്ന് മൂടിക്കൊള്ളട്ടെ, അവിടെ നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയണം, ഞാൻ എന്റെ കർത്താവിന്റെ മകനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജീവിതത്തിലും വേണം, മരണത്തിലും വേണം. ഹല്ലേലൂയ. നമ്മളിന്ന് ഉണക്കി വെക്കുകയൊന്നുമില്ല. നമ്മളെല്ലാം ഇവിടുന്ന് പോകേണ്ടവരാണ്. ഹ്രസ്വമായ ജീവിതം നമുക്കുള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. ഇതിനപ്പുറത്തെ ജീവിതം നമ്മൾ ഉറപ്പോടെ കാത്തിരുന്നോണം. ഹല്ലേലൂയ. നമ്മളെ മുഴുവനായി അവനെ ഏൽപ്പിച്ചു കൊടുത്തോണം. എല്ലാ കാര്യവും അവന്റെ കൈകളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ലോകത്തിന് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല. അതിങ്ങനെ ചുക്കാനില്ലാത്ത കപ്പൽ പോലെ എങ്ങോട്ടൊന്നില്ലാത്ത പോയി എവിടെയെങ്കിലും മുങ്ങിയെടുക്കൊരു കപ്പലോട് മുങ്ങിയില്ല. അതുപോലെ എവിടെയെങ്കിലും അത് മുങ്ങിത്തീരുകയുള്ളൂ. നമ്മുടെ കർത്താവ് പാറ പോലെ ഉറപ്പുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് എത്രമാത്രം കലുഷിതമാണെങ്കിൽ, എത്രമാത്രം വിഷമമുള്ളതാണെങ്കിൽ, നമ്മൾ ലോകത്തിന്റെയും വിഷമത്തിന്റെയും മുഖത്തേക്ക് നോക്കി എന്റെ ദൈവം എല്ലാറ്റിനും മതിയായവനാണ് എന്ന് പറയാനിട വന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരെ മാറി നിന്ന് കാര്യങ്ങൾ എങ്ങനെ പര്യവസാനിക്കുമെന്ന് നമ്മൾ കുഴപ്പത്തിൽ നമ്മൾ വിഷമിക്കുമ്പോൾ നോക്കി നിൽക്കുന്നവനല്ല ദൈവം. ഇവൻ എങ്ങനെയാണ് കാര്യങ്ങൾ പരിഹരിക്കാൻ പോകുന്നതെന്ന് ദൂരെ മാറി നിന്ന് നോക്കുന്നവനല്ല. നമ്മുടെ പ്രയാസവേളകളിൽ അല്ലാത്ത സമയത്തേക്കാൾ അവൻ അരികത്തുണ്ടെന്ന് കരുതിക്കൊള്ളണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. സന്തോഷിക്കുന്നവർക്ക് ഇത്തിരി മാറിയാണെങ്കിലും ഹൃദയം നുറുങ്ങിയവർക്ക് നമ്മുടെ ദൈവം സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ ദൈവമാണെന്ന് അവൻ പറയുന്ന ശബ്ദം കേൾക്കാൻ ഇടവരണം. ഹല്ലേലൂയ. ഏത് സങ്കടങ്ങളിലും ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇടവരണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളെ ചേർത്ത് നിർത്തിയത്, അഥവാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ചേർത്ത് നിർത്തിയത് അപ്പനാണോ, അമ്മയാണോ, സഹോദരങ്ങൾ ആരെങ്കിലും ആണോ, അതോ ദൈവമാണോ? ദൈവമാണ് നമ്മുടെ വീട്ടിൽ നമ്മളെ ചേർത്ത് നിർത്തി. ഹല്ലേലൂയ. നീ ഇപ്പോൾ സമ്പാദിച്ചത് നിന്റെ ആരോഗ്യം കൊണ്ടാണോ, നിന്റെ കഴിവ് കൊണ്ടാണോ, നിന്റെ സാമർത്ഥ്യം കൊണ്ടാണോ, അതോ ദൈവത്തിന്റെ കൃപ കൊണ്ടാണോ? ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ വീണുപോയില്ലേ? നമ്മളെക്കാൾ സമ്പത്തുള്ളവർ നശിച്ചു പോയില്ലേ? നമ്മളെക്കാൾ അറിവും കഴിവുമുള്ളവർ അപ്രത്യക്ഷമായി പോയില്ലേ? എന്നിട്ടും നീ നിലനിൽക്കുന്നില്ലേ? ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ നിലനിൽപ്പിന്റെ പിന്നിൽ നമ്മുടെ അറിവോ കഴിവോ അല്ല, അവന്റെ കൃപ മാത്രമാണെന്ന് കരുതിക്കൊള്ളണം. അതുകൊണ്ട് ഏത് തിരമാലയിലും ഏത് കൊടുങ്കാറ്റിലും അകപ്പെട്ടാലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ന് വരെ നിന്നെ നിലനിർത്തിയെങ്കിൽ നാളെ നിർത്താൻ കഴിയുന്നവനല്ലേ അവൻ. ഇന്ന് വരെ നിന്നെ നിലനിർത്തിയെങ്കിൽ അവന് തീർച്ചയായിട്ടും നാളെ നിന്നെ നിലനിർത്താൻ കഴിയും. ഹല്ലേലൂയ. ഒട്ടക്കിണറിന്റെ അനുഭവം യോസേഫിനുണ്ടായി, സിംഹക്കുഴിയുടെ അനുഭവം ദാനിയേലിനുണ്ടായി, തീച്ചൂളയുടെ അനുഭവം 3 യുവാക്കന്മാർക്ക് ഉണ്ടായി. ഇത് 3 ചിലപ്പോൾ നിനക്ക് ഒന്നിച്ചുണ്ടായേക്കും. എന്നാലും അവിടുന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിക്കാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാലും നിന്നെ വിടുവിക്കാൻ നിന്റെ ദൈവം മതിയായവനാണ്. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അതുകൊണ്ട് നിന്റെ എല്ലാ വിഷമതകളും അവന്റെ മേലിട്ടുകൊള്ളൂ, എടുത്തുകൊണ്ട് നടക്കണ്ട. ഹല്ലേലൂയ. എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമതകളും എല്ലാ സങ്കടങ്ങളും നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നമ്മിൽ ആശ്രയിക്കരുത് കേട്ടോ. നമ്മളുടെ രക്ഷകനാകണ്ട, നമ്മൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാകണ്ട. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവനാണ്, നമ്മുടെ രക്ഷകൻ അവനാണ്. നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല, ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. സ്വന്തം പുത്രനെ ആദരിക്കാതെ പറഞ്ഞോ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ? നൽകാതിരിക്കുകയില്ല. അവൻ എല്ലാം തരുന്നതും മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനെയും ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും കൂടെയാണ് അവനെ ഓർത്തുകൊള്ളണം. നായികളെ വിധവയ്ക്ക് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്ന പാപിനിക്ക് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. അന്ധനും യാചകനുമായി ബർത്തിബായിക്ക് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ പരാമർശിച്ച 38 വർഷം പഴക്കമുള്ള രോഗിക്ക് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഗദർദേശത്തെ ഭൂതബാധിതന് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സമൂഹം അടുത്തടുപ്പിക്കാൻ കൊള്ളാത്ത കുഷ്ഠരോഗിക്ക് വേണ്ടി നിലകൊണ്ടവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുമോ?
ഹല്ലേലൂയ. അവരുടെ നാമം പേറുന്ന, അവരുടെ നാമം വഹിക്കുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ ദൈവം നിലകൊള്ളാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന്റെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നെങ്കിൽ ചവിട്ടി പൊളിക്കാനൊന്നും നോക്കണ്ട. തുറക്കുന്നത് വരെ കാത്തിരുന്നിട്ടാ മതിയെന്നേ. ഹല്ലേലൂയ. നമ്മുടെ വഴി അടഞ്ഞാണ് ഇരിക്കുന്നെങ്കിൽ വേറെ വഴി അന്വേഷിക്കണ്ട. അബ്രഹാം പണ്ട് വേറെ വഴി അന്വേഷിച്ചായിരുന്നു. ദൈവം കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേറൊരു കുറുക്ക് വഴി അന്വേഷിച്ചു. വലിയ അപകടത്തിൽ ചെന്ന് ഞാനിതുപോലെ ഒരു കുറുക്ക് വഴി അന്വേഷിക്കേണ്ട. ദൈവം തുറക്കുന്നത് വരെ കാത്തിരുന്നാൽ മതി. ദൈവത്തിന്റെ അത്ഭുതം ദർശിക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദാവീദിന് അഭിഷേകം കിട്ടിയെങ്കിലും ദീർഘനാള് കഴിഞ്ഞ് കുറെ പ്രോസസിങ്ങിലൂടെ കടന്നിട്ടാണ് ആ കസേരയിലേക്ക് വരാൻ ഇടവന്നത്. എന്തെല്ലാം കുഴപ്പങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നു. എന്നിരുന്നാലും ദൈവം ഒരു ദിവസം അവനെ ആ കസേരയിൽ ഇരുത്തിയില്ലേ? പ്രൈസ് ദി ലോർഡ്. അവനെ ആ കസേരയിൽ ഇരുത്തിയില്ലേ? ഏതെല്ലാം വഴിയിലൂടെ അദ്ദേഹം കടന്നു പോകാൻ ഇടവന്നെങ്കിലും അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്ത് തീരുമാനിച്ച് കസേരയിൽ ഇരുത്തിയെങ്കിൽ നിന്നെ വിളിച്ച വിളിക്ക് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുകയില്ലെന്ന് നീ കരുതേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. താമസിച്ചോട്ടെ, എത്ര സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. എത്ര നാള് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഏത് അവസ്ഥയിലൂടെ പോയാലും കുഴപ്പമില്ല. നിന്നെ വിളിച്ചെങ്കിൽ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നിന്റെ കയ്യിൽ തരാതെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുന്നവരല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ വാതിൽ അടച്ചിട്ട് ഇരുന്നപ്പോഴാണ് കർത്താവ് വാതിൽ തുറക്കാതെ അകത്ത് ചെന്നെങ്കിൽ നിന്റെ ഏത് സാഹചര്യത്തിലും കടന്നു വരാൻ അവന് കഴിയും. ഇത് കരകളിൽ കർത്താവിന് നന്ദി പറഞ്ഞു. ഏത് സാഹചര്യത്തിലും അവന് കടന്നു വരാൻ കഴിയും. നിന്റെ രോഗത്തിൽ അവന് കടന്നു വരാൻ കഴിയും. നിന്റെ തകർച്ചയിൽ അവന് കടന്നു വരാൻ കഴിയും. ഏത് പ്രയാസങ്ങളിലും അവന് നിന്റെ അടുക്കൽ കടന്നു വരാൻ കഴിയും എന്ന കാര്യം നമ്മൾ ഉറപ്പോടെ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒലിവുമരം പൂത്തില്ലെങ്കിലും മുന്തിരി ഫലം തന്നില്ലെങ്കിലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എന്റെ യഹോവയിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞോണം. ഉറപ്പോടെ പറഞ്ഞോണം. മുന്തിരി വള്ളി പൂക്കണ്ട, അഥവാ മുന്തിരി വള്ളി ഫലം തരണ്ട, ഒലിവുമരം പൂക്കണ്ട, എന്നാൽ ആടുകൾ നഷ്ടപ്പെട്ടോട്ടെ, ഞാൻ എന്റെ ദൈവത്തിൽ സന്തോഷിക്കും എന്ന് നിനക്ക് വിശ്വസിക്കാമെങ്കിൽ അത് സ്വർഗത്തെ ചലിപ്പിക്കുന്ന വിശ്വാസമായിരിക്കും. ആ വിശ്വാസത്തിന് സ്വർഗത്തെ ചലിപ്പിക്കാൻ പറ്റും. ആ വിശ്വാസത്തിന്റെ ജീവിതത്തെ ചലിപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസമാണ് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാനുള്ള വഴി എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. 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 ഒരിക്കൽ കൂടി പറയട്ടെ, കർത്താവ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ പെൻസിൽ കൊണ്ടല്ല എഴുതി വെച്ചിരിക്കുന്നത്. മായ്ക്കാൻ പറ്റുമെങ്കിൽ മായ്ക്കാൻ തക്ക സമയത്ത് മായ്ക്കാൻ വേണ്ടി പെൻസിൽ കൊണ്ടൊന്നും എഴുതിയില്ല. ഒരിക്കലും മായാത്ത മഷി കൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മൾ മായ്ക്കാൻ വേണ്ടി അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ആരുടെയെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടല്ല, ആരുടെയെങ്കിലും അനുവാദം ചോദിച്ചിട്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. ഭക്തമായിക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി കുറെ പേര് എതിർത്തു നിന്നു. കർത്താവ് സമ്മതിച്ചില്ല. പാപിനിയായ സ്ത്രീക്ക് എല്ലാരും എതിർത്തു നിന്നു. എന്നിട്ടും ദൈവം സമ്മതിച്ചില്ല. ദൈവം വിളിച്ചാൽ ദൈവം തരാതിരിക്കുകയില്ല. നിശ്ചയമായി കർത്താവ് തരാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ പൂർവ്വ ചരിത്രം നോക്കിയൊന്നുമല്ല കേട്ടോ. നീ ആരാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആരാണെന്ന് അറിയാമായിരുന്നെങ്കിൽ, ആരാണെന്ന് നോക്കി വിളിക്കാനാണെങ്കിൽ എന്നെ വിളിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നമ്മൾ ഒരു പൂർവ്വചരിത്രം നോക്കിയില്ല, അപ്പന്റെ ഗുണം നോക്കിയില്ല, അമ്മയുടെ ഗുണം നോക്കിയില്ല. എന്നോടുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ പ്രത്യേക കരുതലും കരുണയുമാണെന്ന് വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കണ്ണുകൾ ആരാണ് എന്നെ വിളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ആരാണ് എന്നെ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ബലഹീനമാണെങ്കിലും, നമ്മുടെ മനസ്സ് ബലഹീനമാണെങ്കിലും, പോക്കറ്റ് ശൂന്യമാണെങ്കിലും ഉറപ്പോടെ വിശ്വസിക്കാമല്ലോ അവന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യന് കാഴ്ച കൊടുത്തവൻ, ചെകിടന് കേൾവി കൊടുക്കൽ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അല്പസമയം കർത്താവിനോട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം.
നമ്മുടെ ഏത് അവസ്ഥകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉറപ്പോടെ ഒരിക്കൽ കൂടി അവനോട് ഏറ്റു പറയാ, കർത്താവേ ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എന്നെ അനുഗ്രഹിക്കാൻ എന്റെ ദൈവമേ അങ്ങ് മതിയായവനാണ്. എന്നെ സുഖപ്പെടുത്താൻ എന്റെ ദൈവമേ അങ്ങ് മതിയായവനാണ്. എന്നെ ഇതിൽ കൂടുതൽ ഉപയോഗിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമല്ലോ. എന്റെ ആയുസ്സിനെ കൈവയ്ക്കാൻ ദുഷ്ടനെ അനുവദിക്കാത്ത ദൈവം എന്റെ ശരീരത്തെ കൈവയ്ക്കാൻ ഒരു രോഗാണുക്കളെ അനുവദിക്കുകയില്ലെന്ന് ഉറപ്പോടെ ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. എന്റെ ദൈവം മതിയായവൻ. ഒന്ന് കരങ്ങൾ വിട്ട് നമ്മളെ കർത്താവ് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കുക, മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ പൂർണ്ണമായി കർത്താവെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഹൃദയം നിറഞ്ഞ് ഹൃദയം തുറന്ന് മുഴുവനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് അനുഗ്രഹിച്ച് നിന്നെ അയക്കുകയുള്ളൂ. നിന്റെ മനസ്സിന്റെ ഭാരങ്ങളെ ഏറ്റെടുക്കും. ശരീരത്തിന്റെ ബലഹീനതകൾ കർത്താവ് ഏറ്റെടുക്കും. എന്താണ് നിന്നെ അലട്ടുന്ന മനസ്സിന്റെ വിഷമതകൾ അത് കർത്താവ് ഏറ്റെടുക്കും. നിനക്ക് അടഞ്ഞു കിടക്കുന്ന വാതിലിനെ നിന്റെ കർത്താവ് ഇന്ന് തുറന്നു തരും. നിന്റെ വഴികളെ കർത്താവ് അനുഗ്രഹിക്കും. ഒന്ന് കരങ്ങളോട് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന അങ്ങനെ കരം നീട്ടണമേ കർത്താവേ. നിന്റെ ആണിപ്പെടുന്ന കരം നീട്ടണമേ. ഈ ദാസന്റെ മേൽ അങ്ങനെ അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ, അങ്ങനെ ശക്തി അയക്കണമെന്ന് യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാകട്ടെ. ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുന്ന സമയമാകട്ടെ. വിശ്വാസം ഒരു പടി കൂടി ഉറപ്പിക്കുന്ന സമയമാകട്ടെ. എന്റെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന സമയമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അങ്ങനെ അതിമഹത്തായ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉറപ്പോടെ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ ജനങ്ങളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ നാമത്തെ ഏറ്റുപറഞ്ഞാട്ടെ. ഇത് അവൻ അത്ഭുത മന്ത്രിയല്ലേ, അവൻ വീര്യനാം ദൈവമല്ലേ, അവൻ നിത്യപിതാവല്ലേ, അവനെല്ലാം നിന്നെ വിളിച്ചത്, അവനെല്ലാം നിന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവം, അവൻ ആശ്വസിപ്പിക്കുന്നവൻ, അവൻ വിടുതൽ തരുന്നവൻ, അവൻ സുഖപ്പെടുന്നവൻ, അവൻ നിന്റെ ദൈവമല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നദിയോടെ സ്തോത്രം ചെയ്ത് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. രോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തോളൂ. ഇപ്പോൾ തന്നെ അവൻ വിടുതൽ തരും. നിന്റെ രോഗത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ നിന്റെ കൈമുട്ടിലാണ് വിഷമമെങ്കിൽ ആ കൈപ്പത്തി കാൽമുട്ടിലേക്ക് വെച്ച് എന്റെ ദൈവം ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞോളൂ. എവിടെയാണോ നിനക്ക് രോഗം അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തോ. നീ അനുഗ്രഹിക്കപ്പെടും. നീ അവനെ സ്തോത്രം ചെയ്താൽ മതി. നെഞ്ചിന് ഭാരമുള്ളവർ, തലയ്ക്കകത്ത് വിഷമമുള്ളവർ, കണ്ണിന് പ്രയാസമുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുവിക്കപ്പെടണേ. കാൽമുട്ടിന് പ്രയാസം ഉണ്ടായിരുന്നവർ ഒന്ന് കരങ്ങൾ വീശിയാട്ടെ. കാൽമുട്ടിന് വിഷമമുള്ളവർ ഒന്ന് കൈ വീശിക്കോ. ഇതാ യേശുവിന്റെ നാമത്തിൽ നീ നിനക്ക് വിടുതൽ തരുന്ന അനുഭവം ഇപ്പോൾ നിന്റെ ശരീരത്തിൽ അനുഭവിക്കാനുള്ളവർ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമെന്ന് കർത്താവ് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ അനുഗ്രഹം നിനക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നെഞ്ചിന് പ്രയാസമുള്ളവർ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ വിഷമതകളെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നെഞ്ചിന്റെ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നെഞ്ചിന്റെ ഭാരങ്ങൾ വിട്ടുപോകട്ടെ. കാൽമുട്ടിന്റെ പ്രയാസമുള്ളവർ അത് മാറിയവർ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധനയിൽ കൈവീശിക്കോളൂ. കാൽമുട്ടിന്റെ പ്രയാസങ്ങൾ മാറിയവരുണ്ടെങ്കിൽ ഒന്ന് കൈവീശിയാട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന